നമസ്കാരം. പ്രതിമാസം 5000 രൂപ PPF-ൽ നിക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ പ്രതിമാസം 5000 രൂപ SIP-ൽ നിക്ഷേപിക്കുന്നു. 15 വർഷത്തേക്ക് ഏതിൽ നിന്നാണ് കൂടുതൽ നേട്ടം നമുക്ക് ലഭിക്കുന്നത്? PPF-ൽ നിക്ഷേപിക്കുന്നതാണോ അതോ SIP-ൽ നിക്ഷേപിക്കുന്നതാണോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മൾ പ്രധാനമായിട്ടും കമ്പയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ രണ്ട് സ്കീം പ്രകാരവും ഗ്രോത്ത് ഉണ്ടാകുന്നത്, എന്തൊക്കെ റിസ്ക് എലമെന്റുകളാണ് അടങ്ങിയിട്ടുള്ളത്, ഈ രണ്ട് സ്കീമിന്റെയും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഏതൊക്കെയാണ്, ഈ PPF ആണെങ്കിലും SIP ആണെങ്കിലും ആർക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ വിദ്യാഭ്യാസത്തിനും പൊതു അവബോധത്തിനും മാത്രമുള്ളതാണ്. ഇത് നിക്ഷേപ അല്ലെങ്കിൽ സാമ്പത്തിക നികുതി ഉപദേശമല്ല. നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും യോഗ്യതയുള്ള ഒരു ഉപദേഷ്ടാവിനെ സമീപിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കി നോക്കാം. എന്താണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്? PPF എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് PPF അല്ലെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് PPF-ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള, അതായത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള ബാക്കപ്പ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. സേഫ് ആയിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി SIP-ലേക്ക് വരുന്ന സമയത്ത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് പ്രതിമാസം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ പെർഫോമൻസിനെ കണക്കായിട്ടാണ് ഇതിൽ നിന്നും നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്. SIP-ൽ റിസ്ക് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, കാറ്റഗറിയെ അടിസ്ഥാനമാക്കി SIP-ൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണുകൾ ടാക്സബിൾ ആയിരിക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിപണിയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ വരുമാനം ഉറപ്പു നൽകുന്നില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വരുമാന കണക്കുകളും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 15 വർഷത്തേക്ക് ഏത് നിക്ഷേപിക്കുമ്പോഴാണ് നമുക്ക് റിട്ടേൺ നല്ല രീതിയിൽ ലഭിക്കുന്നത് എന്നാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. അത് ഒരു കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു 15 ഇയർ കാൽക്കുലേഷൻ ആണ്. ഒരു 15 വർഷത്തെ കാൽക്കുലേഷൻ. എന്തൊക്കെയാണ്? PPF-ഉം SIP-യും. അതായത് നമ്മൾ PPF-ലും SIP-ലും 15 വർഷം വീതം നിക്ഷേപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ വരുന്നത് എന്ന രീതിയിലുള്ള ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കാണണം, കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാമ്പിളോട് കൂടി നമ്മൾ അത് വിശദമാക്കാൻ പോവുകയാണ്. സോ നമുക്ക് PPF-ന്റെ കാര്യം ആദ്യം പരിശോധിച്ച് നോക്കാം. അതായത് PPF-ന്റെ ഇപ്പോഴത്തെ റിട്ടേൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 7.1%. അതായത് 7.1% റിട്ടേൺ ലഭിക്കുന്ന PPF-ൽ നമ്മൾ 5000 രൂപ നമ്മൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. 5000 രൂപ 7.1%-ൽ 15 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മൊത്തം തുക എത്രയായിരിക്കും? അത് 15.78, അതായത് 15,78,000 രൂപയായിരിക്കും. അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ PPF-ലാണെങ്കിലും SIP-ലാണെങ്കിലും നമ്മൾ 15 വർഷത്തേക്ക് 5000 രൂപ വെച്ച് നിക്ഷേപിക്കുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 9 ലക്ഷം രൂപയാണ്. അത് PPF ആണെങ്കിലും SIP ആണെങ്കിലും ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ 5000 രൂപ വെച്ച് നിക്ഷേപിക്കുമ്പോൾ 9 ലക്ഷം രൂപയാണ് നമ്മൾ മൊത്തം കൊടുക്കുന്നത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്. അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമ്മൾ പിന്നീട് നമ്മൾ പരിശോധിച്ചത് അത് PPF-ന്റെ റിട്ടേൺ 7.1%, 5000 രൂപ വെച്ച് 15 വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ 9 ലക്ഷം രൂപ നമ്മൾ ആദ്യം മൊത്തം നിക്ഷേപിച്ചു. നമ്മൾ മുതലിലേക്ക് കൊടുക്കുന്ന തുക, നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്ത തുക 9 ലക്ഷം രൂപയാണ്. പക്ഷെ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 15,78,000 രൂപ. ഇതാണ് PPF-ന്റെ ഒരു കാൽക്കുലേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SIP-ലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ, SIP-ൽ നമുക്ക് ലഭിക്കുന്ന ഒരു പലിശ നിരക്ക് എന്ന് പറയുന്നത് 12%. ഈ 12% ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു കണക്കാണ്. അതായത് നമ്മൾ കാലാകാലങ്ങളായിട്ട് SIP-യുടെ ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് SIP-ൽ നിന്ന് ലഭിക്കുന്ന ഒരു ആവറേജ് റിട്ടേൺ 12%. 12% റിട്ടേൺ ലഭിക്കുന്ന SIP-ൽ നമ്മൾ പ്രതിമാസം 5000 രൂപ വെച്ച് നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന മൊത്തം തുക എത്രയാണ്? ടോട്ടൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്ന മൊത്തം തുക എന്ന് പറയുന്നത് 23.8 lakhs rupees ആണ്.
23,80,000 രൂപ നമുക്ക് SIP-യിൽ നിന്നും ലഭിക്കുന്നു. സോ PPF ൽ ലഭിക്കുന്ന തുക നമ്മൾ എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ 15,78,000 രൂപ PPF ൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സമയത്ത് SIP-യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 23,80,000 രൂപയാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ റിസ്ക് ടോളറൻസിനും ഫിനാൻഷ്യൽ ഗോളിനും അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതും. ഇതാണ് റിട്ടേണിൽ നിന്ന് ലഭിക്കുന്ന SIP-യിലാണെങ്കിലും PPF-ലാണെങ്കിലും റിട്ടേണിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണ്. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ലൈഫ് സാമ്പത്തികമായി സുരക്ഷിതമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴെങ്കിലും ആകസ്മികമായി എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സാമ്പത്തികമായി അടിപതറരുത്. അതിനാണ് പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ ആരംഭിക്കുന്നു പോളിസി ബസാറിൽ ടേം ഇൻഷുറൻസുകൾ. മാത്രമല്ല 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാരും ഇവിടെ അവൈലബിൾ ആണ്. കോടികളുടെ കവറേജ് ലഭ്യമായ ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട്. മാത്രമല്ല 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. ടേം ഇൻഷുറൻസ് എടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാവും. പക്ഷേ കുടുംബത്തിന്റെ ഭാവി മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ സ്വന്തം കാര്യവും നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 400 മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. കോടികളുടെ കവറേജ് ലഭ്യമാകുന്ന ഈ സ്കീമുകളിൽ 25% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ പോളിസി ബസാറിൽ ഉണ്ട്. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നികത്താനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും അവൈലബിൾ ആണ്. സോ നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വിപണി പ്രകടനം വ്യത്യാസപ്പെടാം, കൂടുതലോ കുറവോ ആകാം. ചില കാലഘട്ടങ്ങളിൽ നെഗറ്റീവ് പോലും ആകാം. മുൻകാല പ്രകടനം ഭാവി ഫലങ്ങൾ ഉറപ്പു നൽകുന്നില്ല. അപ്പോൾ PPF-ലും SIP-യിലുമുള്ള 15 വർഷത്തെ ഒരു റിട്ടേൺ കാൽക്കുലേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുടെയും സുരക്ഷയെ കുറിച്ചാണ്. അതായത് ഒരു സേഫ്റ്റി കമ്പാരിസൺ നമ്മൾ നടത്താൻ പോവുകയാണ് PPF വേഴ്സസ് SIP. റിസ്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം PPF-ൽ നമുക്ക് നോക്കാം. PPF-ൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ ബാക്കപ്പ് ഉള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ 100% റിസ്ക് ഫ്രീ ആണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. മാത്രമല്ല വളരെ സ്റ്റേബിളുമാണ്. നിങ്ങളുടെ പണം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും സംഭവിക്കില്ല. നിങ്ങളുടെ പണം അവിടെ തന്നെ സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണും നിങ്ങളുടെ മുതലും പലിശയും അടക്കം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആഫ്റ്റർ 15 ഇയേഴ്സ് നിങ്ങൾക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും തിരികെ ലഭിക്കും. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്, ഒരു ഗ്രോത്ത് ആണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ SIP-യിലേക്ക് വരുമ്പോഴോ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒന്നാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സോ മാർക്കറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നത്. അതായത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ താഴോട്ടും പോവാം. എന്തിനും ചാൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ ചാഞ്ചല്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലോങ് ടേം ഇൻവെസ്റ്റർമാർക്ക് ഏറ്റവും മികച്ച ഒന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ SIP. ഹിസ്റ്റോറിക്കലി പരിശോധിക്കുന്ന സമയത്ത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് പീരീഡിൽ അതായത് ലോങ് ടേം ദീർഘകാലത്തിൽ വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. നല്ല റിട്ടേൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇതിനകത്തില്ല. PPF-ൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്, കംപ്ലീറ്റ്ലി സേഫ് ആണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ വളരെ മികച്ചതായിരിക്കും. പക്ഷേ അതിന് ഗ്യാരണ്ടി ഇല്ല. ഈ വീഡിയോയിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എങ്ങനെയാണ് ഓരോന്നും കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ്. അതായത് നിങ്ങളെ ജസ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോ ആളുടെയും റിസ്ക് ടോളറൻസിന് അനുസരിച്ച് അതായത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് SIP-യിലേക്കും അതല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസ്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് താല്പര്യം എന്നുള്ളവർക്ക് PPF പോലെയുള്ള ഗവൺമെന്റ് ബാക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇനി നമ്മൾ ടാക്സ് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് PPF-ൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റും മെച്യൂരിറ്റി എമൗണ്ടും കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. യാതൊരു തരത്തിലുള്ള ടാക്സ് എമൗണ്ടും ഇതിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. എൻറ്റയർ റിട്ടേൺ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണെങ്കിൽ പോലും മുതലും പലിശയ്ക്കും നമ്മൾ യാതൊരു തരത്തിലുള്ള ടാക്സും സർക്കാരിന് കൊടുക്കേണ്ട. എന്നാൽ SIP-യിലേക്ക് വരുന്ന സമയത്ത് ഫണ്ടിംഗ് കാറ്റഗറിയെയും ഹോൾഡിംഗ് പീരീഡിനെയും അടിസ്ഥാനമാക്കിയാണ് ടാക്സ് വർക്ക് ആവുന്നത്. അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് LTCG അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലിക്കബിൾ ആയേക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കാം. എപ്പോഴും ഏറ്റവും പുതിയ ടാക്സ് ഗൈഡ് ലൈൻസ് വെരിഫൈ ചെയ്യുക. ഇനി ഈ ഒരു രണ്ട് സ്കീമിന്റെയും PPF-ന്റെയും SIP-യുടെയും ഒരു ലിക്വിഡിറ്റി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ലിക്വിഡിറ്റിയും അതിലൊരു ഫ്ലെക്സിബിലിറ്റിയും. PPF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 വർഷം ലോക്ക് ഇൻ പീരീഡ് PPF-ൽ ഉണ്ട്. അതുകൂടാതെ നിക്ഷേപം തുടങ്ങി ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ലിമിറ്റഡ് ആയിട്ടുള്ള ഭാഗിക പിൻവലിക്കൽ സാധ്യമാണ്. എന്നാൽ SIP-യിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് SIP എപ്പോൾ വേണമെങ്കിലും നിർത്താം, എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് സ്വിച്ച് ചെയ്യണം എന്ന് തോന്നിയാൽ അതായത് ഒരു ഫണ്ടിൽ നിന്നും വേറൊരു ഫണ്ടിലേക്ക് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും SIP-യിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ELSS ഫണ്ടുകൾക്കൊഴികെ
യാതൊരു തരത്തിലുള്ള ലോക്ക് ഇൻ പീരീഡും ഇല്ല. സോ ഫ്ലെക്സിബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SIP ആണ് നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് SIP ആണെങ്കിലും PPF ആണെങ്കിലും ഏതാണ് ബെറ്റർ, ഏതാണ് ഏറ്റവും മികച്ചത്, അത്തരത്തിലുള്ള ഒരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല എന്നത് തന്നെയാണ് കാര്യം. അതായത് ഓരോ വ്യക്തിയുടെയും റിസ്ക് എടുക്കാനുള്ള കംഫർട്ടും അവരുടെ ഫിനാൻഷ്യൽ ഗോളിനെയും അടിസ്ഥാനമാക്കിയിരിക്കും ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ ഗ്യാരണ്ടി റിട്ടേണും സേഫ്റ്റിയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PPF ചൂസ് ചെയ്യാം. ഈ വീഡിയോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഒന്നിനേക്കാൾ മികച്ചതായി ശുപാർശ ചെയ്യുന്നില്ല. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. വ്യക്തിഗത ശുപാർശകൾക്കായി സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നത് നിങ്ങൾ പരിഗണിക്കുക. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് PPS വേഴ്സസ് SIP. 15 വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ PPF ൽ നിന്നും എത്രയാണ്, അതുപോലെ തന്നെ SIP ൽ നിന്നും എത്രയാണ്, ആർക്കൊക്കെയാണ് ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓരോരാളുടെയും റിസ്ക് ടോളറൻസിന് അനുസരിച്ച് അല്ലെങ്കിൽ റിട്ടേൺ ലഭിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ഫിനാൻഷ്യൽ ഗോളിനനുസരിച്ചിട്ടാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ചും നിങ്ങളുടെ സാമ്പത്തിക ഗോളിന് അനുസരിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇനി ഇതല്ല ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിലോ നിങ്ങൾക്ക് വീഡിയോ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് കമന്റായി എഴുതാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.